ഹായ് എവരി വൺ, എല്ലാവർക്കും നാളത്തേക്കുള്ള പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് മൺഡേയിലേക്കുള്ള പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് സ്വാഗതം. ആൻഡ് നമ്മൾ ലാസ്റ്റ് തേഴ്സ്ഡേ നോക്കുകയാണെങ്കിൽ മീൻസ് നമുക്ക് തേഴ്സ്ഡേ ആയിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ലാസ്റ്റ് തേഴ്സ്ഡേ നമ്മൾ കുറച്ചൊരു വോളറ്റൈൽ എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു. ആൻഡ് നമുക്കുണ്ടായതൊരു ഫ്ലാറ്റായിരുന്നു. ഫസ്റ്റ് ഒരു 1 അവറിൻ്റെ ഇടയിൽ അത്യാവശ്യം നല്ല വോളറ്റൈൽ ഉണ്ടായി. ഇവൻ ഡെയിലൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യാനൊക്കെ നോക്കി. അതിനുശേഷം ബാക്ക് ടു ആ 500 സ്റ്റാഡിൽ എന്ന ലെവലിലാണ് മാർക്കറ്റ് അവസാനിച്ചേക്കുന്നത്. ഒരു കുറച്ച് എന്താ പറയുക, ലോ മീൻസ് ആ ഒരു ലോ എടുത്തിട്ട് അവിടെ നിന്നുള്ള ഒരു ചെറിയ ആ ഒരു റേഞ്ചിലായിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നത്. എക്സ്പെക്റ്റ് ചെയ്ത മാതിരി വലിയൊരു മൂവ് മേളിലേക്കോ താഴേക്കോ ഒന്നും തന്നിട്ടില്ല എന്ന് വേണം പറയാൻ. എന്തായാലും ഒരു കാം എക്സ്പയറി ആയിരുന്നു നിഫ്റ്റിക്ക് ഉണ്ടായിരുന്നത്. സോ നമുക്ക് ബാക്ക് ടു നമ്മുടെ ലെവൽസ് കാര്യങ്ങളിലേക്കൊക്കെ പോവാം. ആൻഡ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡെയിലി എല്ലാ കാര്യങ്ങളും നമ്മൾ ടെലിഗ്രാം ചാനലിൽ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. ഈവൻ സപ്ലൈ സോണും ഡിമാൻഡ് സോണൊക്കെ അതിലുണ്ടാവും. സോ ആൻഡ് ഇൻട്രാഡേ അനാലിസിസിൽ ഉള്ള കാര്യങ്ങളും ആ കാര്യങ്ങളൊക്കെ അതിൽ പറയണ്ടാവും. ആൻഡ് അപ്പോൾ അതിൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേയിലേക്ക് ഈവൻ മൺഡേയിലേക്ക് ഉള്ള കാര്യം നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുമ്പോൾ നമുക്ക് നിഫ്റ്റീനെ നോക്കാൻ നേരത്തെ നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വെച്ചാൽ നല്ലൊരു ബിയറിഷ് സെൻറ്റിമെൻറ്റ് തുടരുന്നതായിട്ട് തന്നെ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. എല്ലാ ലോയും ബ്രേക്ക് ചെയ്ത് പോകുന്നതായിട്ട് കാണാം. ഈവൻ നമ്മളിപ്പോൾ നോക്കാൻ നേരത്ത് ഇവിടെയും ഈ ഒരു ട്രെൻഡ് ലൈൻ, താഴെ ട്രെൻഡ് ലൈൻ, നല്ലൊരു ട്രെൻഡ് ലൈൻ ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് മേളിൽ നോക്കുമ്പോൾ അതിൽ നല്ല കുറച്ചും കൂടി ഒരു ഇതായിട്ട് പറഞ്ഞാൽ നമുക്കൊരു പാരലൽ ചാനലും കൂടി ഒന്ന് സെറ്റ് ചെയ്തിട്ടേക്കാം. താഴെ വെച്ചൊരു പാരലൽ ചാനൽ സെറ്റ് ചെയ്തിട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഇതാണിപ്പോൾ നിലവിലെ നിഫ്റ്റിയുടെ ഇപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഡൗൺ, അതായത് റിവേഴ്സിങ് തുടങ്ങിയിട്ടുള്ള ഒരു ലെവലാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. താഴേക്ക് വരുന്നു, ആൻഡ് സപ്പോർട്ട് എടുക്കുന്നു, മേലെ റെസിസ്റ്റൻസ്, താഴെ വരുന്നു. ആൻഡ് എവിടെയും എല്ലാ സ്ഥലത്തും ഒരു ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ലോ ബ്രേക്ക് ചെയ്യുന്നു, പിന്നെയും നെക്സ്റ്റ് ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ടാണ് ആ മേളിലേക്ക് പോകുന്നത്. അവിടെ നമുക്ക് ഇവിടെയും കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തു, പിന്നെയും ബ്രേക്ക് ചെയ്തു, പിന്നെ അവിടെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തു, പിന്നെ ആ ലോയിൻ്റെ മേളിൽ, അതല്ലെങ്കിൽ ആ ലോയിൻ്റെ അവിടെ വന്നിട്ട് ഒരു ടെസ്റ്റ് എടുത്തിട്ട് വീണ്ടും താഴേക്ക് പോകുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ലോ ബ്രേക്ക് ചെയ്യുന്നുണ്ട്, ലാസ്റ്റ് ലോയും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കാൻ നേരത്ത് ഈ ഒരു ചാനലിൻ്റെ അകത്ത്, അതായത് ഒരു ഡൗൺവേർഡ് ചാനലിൻ്റെ അകത്ത് സ്റ്റിൽ നിഫ്റ്റി ഇപ്പോഴും ഉണ്ടെന്ന് നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് വൺസ് ഈ ചാനലിൻ്റെ താഴേക്കാണ് പോകുന്നുണ്ടെങ്കിൽ സ്റ്റിൽ ലിക്വിഡിറ്റി വീണ്ടും നല്ലൊരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മേ ബി നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ഒരു ലോ എടുത്തേക്കാനുള്ള ഒരു ചാൻസ് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ഫോർമേഷന് ശേഷം, അതായത് എപ്പോഴും ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായി ദീപക് ബ്രോ, അതായത് നമുക്ക് ലെവൽസ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ ക്യാൻഡിൽസിനൊന്ന് നോക്കി മനസ്സിലാക്കിയാലും കുറച്ചും കൂടി ഒരു ഐഡിയ ഉണ്ടാവും. ഇനി അതല്ല, ലെവൽസ് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ 23,300 എന്ന ലെവലിൻ്റെ താഴെ ഈ ഒരു ചാനലിൻ്റെ താഴേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചാനലിൻ്റെ താഴേക്ക് വന്നാൽ നല്ലൊരു റിവേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് എപ്പോഴും ഉണ്ട്. ആൻഡ് ചാനലിൽ ടച്ച് ചെയ്താലും അത്യാവശ്യം ഒരു പുൾ ബാക്കിനുള്ള ചാൻസാണ് ഇവിടെ ഉള്ളത്. ഓൾറെഡി ഇവിടെ മേലെ നമുക്കൊരു ഫേക്ക് ബ്രേക്ക് ഔട്ട് തന്നിട്ടുള്ള ഒരു ഇതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഫോർവേഡ് ടൈം ഫ്രെയിമിൽ നമ്മൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ചാനൽ ഫോർമേഷൻ കാണാം. അപ്പോൾ അതിൻ്റെ ലോയിലേക്ക് ബ്രേക്ക് ഡൗൺ തന്നിട്ട് മീൻസ് ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നല്ല ഒരു ക്യാൻഡിൽ ഫോർമേഷന് ശേഷം ഇപ്പോൾ ആ റേഞ്ചിലൊന്ന് കൺസോൾട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺസോൾട്ടേഷന് ശേഷമുള്ള താഴേക്ക് വരുന്ന ഫേക്ക് ബ്രേക്ക് ഔട്ട് ആയിരിക്കണം മേ ബി നമുക്ക് എന്താക്കുന്നത് ഒരു റിവേഴ്സിനുള്ള ഒരു ചാൻസ് ഉണ്ടാക്കുന്നത്. സോ അതിനൊന്ന് വാച്ച് ചെയ്യുക. സോ അതാണ് നിഫ്റ്റിയുടെ ഒരു ലെവലിൽ പറയാനുള്ളത്. ആൻഡ് അതാണ് ഫോർവേഡ് ടൈം ഫ്രെയിം വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയാം. ദെൻ 1 ഡേ ടൈം ഫ്രെയിമിലാണെങ്കിലും ഓൾമോസ്റ്റ് ഈ ഒരു സോൺ, ഈ ഒരു റേഞ്ചിൻ്റെ അകത്ത് നിൽക്കാനുള്ള എല്ലാ ചാൻസ് ഉണ്ട്. ഈ ഒരു ചാനലിൻ്റെ അകത്ത് ആണ് നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ട് പോകുന്നത്. സോ അപ്പോൾ ഈ ഒരു ചാനലിനെയും കൂടി ഒന്ന് വാച്ച് ചെയ്തിട്ട് തന്നെ നിൽക്കുക. ആൻഡ് ചെറിയൊരു പുൾ ബാക്കിനുള്ള ചാൻസ്
ഇപ്പോഴും കാണുന്നുണ്ട് ഇവൻ നമുക്ക് ആ ഒരു ലെവലിൽ വെച്ചിട്ട്. എന്തായാലും നമുക്ക് നോക്കാം. സോ അപ്പോൾ ആ ചാനലിലാണ് നമ്മൾ മെയിനായിട്ട് ഇമ്പോർട്ടൻസ് ഒന്ന് കൊടുക്കുക. ദെൻ ബാക്ക് ടു 1 വീക്ക് ടൈം ഫ്രെയിമിനേക്കും ഒന്ന് വെച്ച് നോക്കിയേക്കാം. 1 വീക്കിൽ എങ്ങനെയുണ്ട് എന്നുള്ളത്. 1 വീക്കിൽ ചാനൽ അത്ര ഒരു ഇതാവുന്നില്ല അല്ലേ, ഫിറ്റ് ആവുന്നില്ല. പക്ഷേ ഡൗൺ നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് തന്നെ പോവുകയാണ്. അത്യാവശ്യം നല്ല ഒരു ഹെവി ഫാളിന് ശേഷം വീണ്ടും നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് വീക്കിലേക്ക് കടന്നിരിക്കുന്നു. ഇവൻ നമുക്ക് നല്ല ബിയറിഷായിട്ട് തന്നെ ആ ഒരു വീക്കും കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം നെക്സ്റ്റ് വീക്ക് എങ്ങനെയായിരിക്കും. മേ ബി സൈഡ് വേസ് പോവോ, അല്ലെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് ഒരു റീടെസ്റ്റ് തന്നിട്ട് പിന്നെയും ഫാള് കണ്ടിന്യൂ ചെയ്യുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ഈ ഒരു വീക്ക് വേണം നമുക്ക് വാച്ച് ചെയ്യാൻ. സോ അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ ഒരു 1 അവറും 4 അവർ 1 ഡേ ടൈം ഫ്രെയിമൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദെൻ ബാക്ക് ടു നമുക്ക് ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ വെച്ച് നോക്കുമ്പോൾ 21st ഇതിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക PCRൻ്റെ കാര്യങ്ങളൊന്നും. PCR 0.63 ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കുറച്ചൊന്ന് ബിയറിഷ് PCR ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. കോൾ റൈറ്റിംഗ് പുട്ട് റൈറ്റിംഗ് അത്ര ഹ്യൂജായിട്ടൊന്നും കാണാൻ കഴിയുന്നില്ല. ഓക്കെ, കോൾ റൈറ്റിംഗ് മാക്സിമം വരുന്നത് 24,500 സോണിലാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വരുന്നത് 24,000. ഓക്കെ, ഒരു സ്റ്റാഡിൽ ഒരു സൈഡ് വേസ് പോലെ നമുക്ക് 23,500 പ്ലസ് 23,600 ആ ഒരു റേഞ്ച് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഒരു സ്റ്റാഡിൽ ഫോർമേഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ചാനലിനെയും കൂടി ഒന്ന് വാച്ച് ചെയ്ത് വെച്ചേക്കുക. ഇവൻ താഴേക്ക് ഇനി ഒരു ഫേക്ക് ഔട്ട് വന്നാൽ അത്യാവശ്യം വരുന്ന ഒരു പുൾ ബാക്ക് വേണമെങ്കിൽ ഹെവി ആവാം. സോ അതിനൊന്ന് വാച്ച് ചെയ്യുക. ആൻഡ് ഇവൻ നല്ലൊരു ലിക്വിഡിറ്റി സോൺ ഏരിയയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മേലേക്കുള്ളൊരു പുൾ ബാക്കും കുറച്ച് ഹെവി ആയിട്ട് വരാൻ തന്നെ നല്ലൊരു ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ കുറച്ചും കൂടി താഴേക്ക് പോവുക, ചാനലിനൊരു ബ്രേക്ക് ഡൗൺ തരാം, ഫേക്ക് ആക്കുക, പിന്നെ അവിടെ നിന്ന് മേളിലേക്ക് പോവുക. മേ ബി അങ്ങനെ ആവാനുള്ളൊരു ചാൻസ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഒരു 1 ഡേ ടൈം 4 അവർ ടൈം ഫ്രെയിം വെച്ച് നോക്കുമ്പോൾ നിഫ്റ്റിയുടെ അനാലിസിസിൽ പറയാനുള്ളത്. ബാക്ക് ടു ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി 4 അവർ ടൈം ഫ്രെയിം ഓൾറെഡി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. വൺസ് ഈ ഒരു ചാനലിൻ്റെ ലോ എടുക്കുന്നു, അവിടെ നിന്ന് ഹൈ പോകുന്നു. ആൻഡ് ഇവിടെ നമുക്ക് വീണ്ടും ഈ ഒരു ഹൈയിൽ നിന്നാണ് നല്ലൊരു എന്താ പറയുക നല്ലൊരു റിവേഴ്സ് ഉണ്ടായത്. അപ്പോൾ അത്യാവശ്യം ലിക്വിഡിറ്റി അബ്സോർബ് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട് ഇവിടെ നിന്ന്. ആൻഡ് പിന്നെ വരുമ്പോൾ നല്ലൊരു ബൈയിങ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു സോണാണ്. അപ്പോൾ ഈ ഒരു സോണിലൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ബാങ്ക് നിഫ്റ്റിനെ. ബിക്കോസ് ഓൾറെഡി നല്ലൊരു ഒരു ഹൈ ലോ മാർക്കറ്റിൽ പോകുന്നു. അവിടെ നിന്ന് അത്യാവശ്യം എല്ലാവരെയും ഇറക്കി വിടുന്നതായിട്ട് ഇവിടെ നമുക്ക് ക്ലിയർ ചെയ്തിട്ട് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. ഇവിടെ നിന്ന് അത്യാവശ്യം എല്ലാവരും, അതായത് ബൈ പോകുന്ന എല്ലാവരെയും ഇവിടെ നമുക്ക് കട്ട് ഓഫ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മേ ബി ചെറിയൊരു ലോയും കൂടി എടുത്തിട്ട് ആവാം നമുക്ക് ഈ ഒരു നല്ലൊരു പുൾ ബാക്ക് കിട്ടാനുള്ള ചാൻസ്. ആൻഡ് സോ അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റീനെ ഒന്ന് നോക്കുക. ഇവൻ താഴേക്ക് നല്ലൊരു ലിക്വിഡിറ്റി സീപ്പ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നിന്നുള്ളൊരു കണ്ടിന്യൂവേഷൻ താഴേക്ക് വരുമില്ല എന്നുള്ളത് വേണമെങ്കിൽ കുറച്ചൊന്ന് ഹൈ എടുത്തിട്ട് വേണമെങ്കിൽ ഒരു പുൾ ബാക്ക് വന്നിട്ട് വേണം പോകാൻ ഉള്ളത്. ഇനി അതല്ല മേളിൽ പോയി വീണ്ടും അവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ഉണ്ടാക്കുമോ എന്നുള്ളതാണ് നോക്കേണ്ടത്. എന്തായാലും ഈ ഒരു റേഞ്ചിലൊന്ന് നോക്കാം. മീൻസ് ഇവിടെ നിന്നുള്ളൊരു പുൾ ബാക്ക് കിട്ടുമോ ഇല്ലേ എന്നുള്ളത് എന്തായാലും ടെലിഗ്രാം ചാനലിൽ നമുക്കത് ഷെയർ ചെയ്യാം. മീൻസ് അങ്ങനത്തെ നല്ലൊരു ട്രേഡ് വന്നാൽ എന്തായാലും മിസ്സാക്കാണ്ട് നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. സോ അപ്പോൾ അതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു പ്രൈസ് ആക്ഷൻ. 4 അവർ ടൈം ഫ്രെയിം വെച്ച് നോക്കിയാൽ മതിയാകും. ആൻഡ് ബാങ്ക് നിഫ്റ്റി ഇനി വരുന്ന എക്സ്പയറി എന്ന് പറയുന്നത് മീൻസ് 20th പക്ഷേ ഓപ്പൺ ഇൻട്രസ്റ്റ് മിക്ക ഇതിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 27th 4th 11th ഡിസംബറിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതെന്താ സംഭവം എന്നറിയുന്നില്ല, ഓൾറെഡി നേരത്തെ ഉള്ളത് കൊണ്ടാവും. അപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കിയാൽ ഇനി വരുന്നത് OA ചേഞ്ചാണ്. OA ചേഞ്ച് നോക്കിയാൽ 27th കുറച്ച് പുട്ട് അൺവൈൻഡിങ് കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് സ്ട്രാഡിൽ ഫോർമേഷൻ ഈവൻ 51,000 സ്ട്രാഡിൽ ഫോർമേഷനിലൊക്കെ ആയിട്ട് 50,900 സ്ട്രാഡിൽ ഫോർമേഷൻ 50,100 നിൽക്കുന്നത്. അത്യാവശ്യം പുട്ട് റൈറ്റിംഗ് ഒക്കെ മേളിലേക്കൊക്കെ കാണാൻ കഴിയുന്നുണ്ട്.
അപ്പോൾ മേ ബി PCR ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇപ്പോഴും നമ്മൾ ഒരു 1.16 ആയിരുന്നു PCR ഉണ്ടായിരുന്നത്. കുറച്ച് ഹൈ PCRലായിരുന്നു എന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ മേ ബി നമുക്ക് ഇവിടെ നിന്ന് എന്താക്കാം, ഇവിടെ നിന്ന് അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിനെ കൂടി നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് വേണമെങ്കിൽ ഒരു ചെറിയൊരു പുൾ ബാക്ക് വന്നിട്ട് വീണ്ടും ആ ലെവലിൽ ലോ ബ്രേക്ക് ചെയ്യാനാണെങ്കിൽ ഇവിടെ മീൻസ് അത് കണ്ടിന്യൂ ചെയ്യും. അതല്ലെങ്കിൽ ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് വേണമെങ്കിൽ ഒരു നല്ലൊരു ഹൈ എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈവൻ നമുക്കിപ്പോൾ നല്ലൊരു ലിക്വിഡിറ്റി ഏരിയയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതിനൊരു നല്ലൊരു പോസിബിലിറ്റി അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ക്ലിയറായിട്ട് ട്രേഡ് ചെയ്യാൻ നോക്കുക. ഈവൻ 49,600 എന്ന ലെവലും വാച്ച് ചെയ്യുക. അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ ഇങ്ങനെ വന്നെയാണെങ്കിൽ ഈ ഒരു ഹൈ ആയിരിക്കും നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. ഒരു സ്വിങ് ഹൈ പോലെ നോക്കുക. 50,800 പ്ലസ് പോവുക എന്നുള്ളത് നോക്കാം. പ്ലസ് പോയി നല്ലൊരു ക്ലോസിങ് കിട്ടിയാൽ 4 ഹവറിലൊക്കെ ക്ലോസിങ് കിട്ടിയാൽ മേ ബി ഹൈ എടുക്കാനുള്ള ഒരു ചാൻസ് അവിടെയും ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നോക്കുക. അപ്പോൾ അതാണ് ബാങ്ക് നിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. ആൻഡ് ഓൾമോസ്റ്റ് ഫിൻ നിഫ്റ്റിയും അങ്ങനത്തെ ഒരു ചാനലിലായിരുന്നു പോയത്. ഫിൻ നിഫ്റ്റി ഓൾറെഡി ആ ലെവൽ ടെസ്റ്റ് ചെയ്തു. അവിടുന്ന് ചെറിയൊരു പുൾ ബാക്ക് വന്നു. കണ്ടിന്യൂഷൻ ക്യാൻഡിലൊന്നും വന്നിട്ടില്ല. ആൻഡ് ആ ഒരു ലിക്വിഡിറ്റി സ്വീപ്പിലാണ് നിൽക്കുന്നത്. ആ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് നല്ല സപ്പോർട്ട് ലെവൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യും, ഈ സപ്പോർട്ട് ലെവലും ബ്രേക്ക് ചെയ്ത് കുറച്ച് ഹൈ എടുത്ത് സപ്പോർട്ട് ലെവലും ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യുക, മേളിൽ ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് തന്നിട്ട് താഴേക്ക് പോയാൽ, ഇവൺ ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും അങ്ങനെ തന്നെ അല്ലേ, ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ഈ ഒരു റേഞ്ചിൽ കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷം മേളിലൊരു ഫേക്ക് ഔട്ട് തന്നിട്ട് വേണമെങ്കിൽ താഴേക്ക് പോകാനുള്ള ചാൻസ് അതുകൊണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് ബാങ്ക് നിഫ്റ്റി പെർഫോം ചെയ്യണമെന്ന് നോക്കാം. എന്തായാലും ടെലഗ്രാം ചാനലിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വന്നാൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ആൻഡ് ഫിൻ നിഫ്റ്റിയുടെ ഒരു അനാലിസിസിൽ പറയാനുള്ളത്. ബാക്ക് ടു FIDA ഡാറ്റ നോക്കിയാൽ FIDA ഡാറ്റയിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് നോക്കുമ്പോൾ വലിയൊരു ബിയറിഷ് സെൻറ്റിമെൻറ്റ് ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല. ഈവൻ തേഴ്സ്ഡേ അവസാനിക്കുമ്പോൾ FISൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഹ്യൂജ്ലി ബിയറിഷ് അല്ല. ആൻഡ് അവർ സെല്ലിങ് കുറക്കുന്നു, അത് നമുക്ക് പോസിറ്റീവാണ്. ഫ്യൂച്ചേഴ്സിൽ സെല്ലിങ് കുറക്കുന്നു എന്നുള്ളത് പോസിറ്റീവായിട്ട് കാണാം. ആൻഡ് ഇൻഡെക്സ് ഓപ്ഷൻസിൽ സ്റ്റിൽ നെഗറ്റീവാണ്, പക്ഷേ സെയിം ഇത് തന്നെയാണ് കാണിച്ചേക്കുന്നത്. ആൻഡ് ചെറിയ ഒരു ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും സെല്ലിങ് സ്ലൈറ്റ്ലി കൂട്ടിയിട്ടുണ്ട്. വലിയൊരു വെനസ്ഡേ വെച്ച് നോക്കുമ്പോൾ തേഴ്സ്ഡേ കുറച്ച് ഹൈ ആയിട്ട് നിൽക്കുന്നു ഇൻഡെക്സ് ഓപ്ഷൻസിൽ, ഫ്യൂച്ചേഴ്സിൽ മാത്രം. ആൻഡ് ബാക്ക് ടു പ്രോ നോക്കുമ്പോൾ പ്രോ കുറച്ചും കൂടി പോസിറ്റീവായിട്ട് കാണുന്നു. ആൻഡ് സെല്ലിങ് കുറക്കുന്നു. ഇൻഡെക്സ് ഓപ്ഷൻസിൽ മാത്രമാണ് അവർ കുറച്ച് നെഗറ്റിവിറ്റി കാണാൻ കഴിയുന്നത്, അവിടെ സെല്ലിങ്ങും വരുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻസിനെ സംബന്ധിച്ചിടത്തോളം ഡെയിലി ഇൻഡെക്സിൽ അവർ കുറച്ച് പോസിറ്റീവായിട്ട്, ഓപ്ഷൻസിൽ നെഗറ്റീവ് ആകുമ്പോൾ കുറച്ചൊന്ന് ലോ എടുക്കാനുള്ള ചാൻസ് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് ക്യാഷ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ക്യാഷ് മാർക്കറ്റിൽ സെല്ലിങ് കുറയുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. തേഴ്സ്ഡേ 1,800 സെല്ലിങ് മാത്രമേ ഉള്ളൂ. 2,400 ബൈയിങ് DIs നടത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു റിക്കവറിയുടെ എല്ലാവിധ ചാൻസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് എങ്ങനെ വരും എന്നുള്ളത് എന്തായാലും ഈ ലെവലിലുള്ള ക്യാൻഡിൽ ഫോർമേഷൻ തന്നെ ആയിരിക്കും നമുക്ക് പറയുന്നത്. അപ്പോൾ എന്തായാലും കെയർഫുള്ളാവുക. മീൻസ് ഡൗൺ സൈഡാണ്, കണ്ടിന്യൂസ് ഡൗൺ സൈഡ് ആണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക, ഹോൾഡ് ചെയ്യുക. മേ ബി ആരെങ്കിലും ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പൊസിഷൻസിൽ പ്രോഫിറ്റ് എടുക്കാനും നോക്കുക. സോ അപ്പോൾ അതൊക്കെയാണ് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റിയുടെ നാളത്തേക്ക് അനാലിസിസിലുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.